പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം നന്ദു SI ആയും അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നന്ദു അനന്തപുരി തറവാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ജാനകി നന്ദുവിനോട് പറയുന്നത്, ഓ ഇനി കള്ളിമാരായ ചേച്ചിമാർക്ക് കൂട്ടായി നീയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാനകി നന്ദുവിനെ ഇങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കുന്നൊക്കെയുണ്ട്. നിന്റെ ചേച്ചിമാർ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. ദേവേച്ചിക്ക് കണ്ടില്ലേ, പാലിൽ എന്തോ വിഷം കലർത്തി കൊടുത്ത് ദേവേച്ചിനെ ഈ അവസ്ഥയിലാക്കിയെടുത്തത്. എന്നിട്ട് അവളുമാർക്ക് സപ്പോർട്ടാണ് ഇപ്പോഴും ഇവിടെയുള്ള എല്ലാവരും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നന്ദുവിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു മനസ്സിൽ ഉറപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. തൻ്റെ ചേച്ചിമാരല്ല പാലിൽ വിഷം കലർത്തിയത് എന്നുള്ള കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, ഈ അനന്തപുരക്കാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താൻ തെളിയിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം നന്ദു മനസ്സിലെടുക്കുകയാണ്. അങ്ങനെ നന്ദു അതിനുള്ള അന്വേഷണത്തിനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. നന്ദുവിൻ്റെ സംശയത്തിൽ ഏറ്റവും മുൻതൂക്കമുള്ളത് അനാമികയ്ക്കും അനാമികയുടെ കുടുംബക്കാർക്കുമാണ്. അതിനുശേഷമായിരുന്നു അഭിക്കും ജലജയ്ക്കും ഉള്ളത്. അങ്ങനെ നന്ദു അനാമികയുടെ കുടുംബത്തിന് എന്തൊക്കെയോ കുറേ ദുരൂഹതകളുണ്ടെന്നൊക്കെ ഉള്ള അറിവ് വെച്ചിട്ട് നന്ദു അനാമികയുടെ കുടുംബത്തിനെ പറ്റി കൂടുതൽ അന്വേഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ നന്ദു അന്വേഷിക്കുകയാണ്. അങ്ങനെ നന്ദു അനാമികനെയും അവളുടെ വീട്ടുകാരെയും കുറിച്ചുള്ള അന്വേഷണമൊക്കെ പൂർത്തിയാക്കി വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നന്ദു മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്. നന്ദു വിചാരിച്ചതിനെക്കാട്ടിലും ഫ്രോഡുകളാണല്ലോ ഇവരെ എല്ലാം എന്നിങ്ങനെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നന്ദു എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയാക്കുന്നുണ്ട്. ആരാണ് അനാമിക, അനാമികയുടെ വീട്ടുകാരുടെ ഉദ്ദേശം എന്താണെന്നും അവരുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നന്ദു മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇതെല്ലാം അറിയുന്ന നന്ദു ആകപ്പാട് വിഷമിക്കുന്നുണ്ട്. അനിയുടെ ജീവിതം, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനിയുടെ ജീവിതം ഇത്രത്തോളം നശിച്ചു പോകുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ നന്ദുവിന് വല്ലാതെ വിഷമം വരികയാണ്. ഇത്രയും വേഗം തന്നെ അനന്തപുരക്കാരോട് അനാമിക ആരാന്നുള്ള വിവരങ്ങളെല്ലാം തനിക്ക് പറയണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നന്ദു ഇങ്ങനെ മനസ്സിലെടുക്കുകയാണ്. താൻ കണ്ടുപിടിച്ച സത്യങ്ങളെ ഓർത്ത് നന്ദുവിന് സന്തോഷമുണ്ടെങ്കിലും അനിയുടെ ജീവിതം ഓർത്ത് നന്ദുവിനും വല്ലാത്ത വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ അനിയോട് തന്നെ ആദ്യമേ വിളിച്ച് പറയണമെന്ന് നന്ദു തീരുമാനിക്കുകയാണ്. അങ്ങനെ നന്ദു അനീനെ ഫോൺ ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ നന്ദു അനീനെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അനിയുടെ അടുത്ത് അനാമിക ഉള്ളതുകൊണ്ട് തന്നെ അനാമികയുടെ മുമ്പിൽ വെച്ചിട്ട് നന്ദുവിൻ്റെ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അനി മനസ്സ് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നന്ദു ആണ് ഫോൺ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ പിന്നെ ഈ വീട് തന്നെ തലകുത്തായി മറിക്കും. അതുകൊണ്ട് എന്താണെങ്കിലും പുറത്ത് പോയിട്ട് നന്ദുവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അനി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് ചെന്ന് അനി നന്ദുവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഫോൺ എടുക്കുന്ന നന്ദുവിനോട് അനി ചോദിക്കുന്നുണ്ട്, എന്താണ് നന്ദന മേഡം, എന്താണ് പതിവില്ലാതെ എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട്, അനി എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ നന്ദന മേഡം എന്നൊക്കെ വിളിച്ചത്? അപ്പോൾ അനി പറയുന്നുണ്ട്, അല്ല, നീ ഇപ്പോൾ SI നന്ദനയാണല്ലോ, അതുകൊണ്ടാണ് നിന്നെ നന്ദന മേഡം എന്ന് ഞാൻ വിളിച്ചത്. അപ്പോൾ അനിയോട് നന്ദു പറയുന്നുണ്ട്, അനി എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, നന്ദു എന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് പറയാണ് അനിയോട്. എന്നിട്ട് അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു, എന്താ പതിവില്ലാതെ നീ എന്നെ ഫോൺ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പം നന്ദുവിനോട് അനി ആകപ്പാട് ടെൻഷനായിട്ട് പറയുന്നുണ്ട്, എന്താ നന്ദു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നന്ദു അനിയോട് പറയുന്നുണ്ട്, അനി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അനാമികയുടെ വീട്ടുകാർക്കും എങ്ങനെയാണ് ഇത്രത്തോളം കാശൊക്കെ ഉണ്ടാകുന്നത്, അവർ ഇത്രത്തോളം പണക്കാരായത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയാണ്, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല നന്ദു, അവർ വലിയ കാശുകാരാണെന്നാണ് അവർ തന്നെ പറയുന്നത്. പിന്നെ എനിക്ക് ഈ പൈസയോടും കാശിനോടും ഒന്നും അത്ര വലിയ ആഗ്രഹമില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കാനും പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് നന്ദുവിനോട് അനി. അപ്പോൾ നന്ദു അനിയോട് പറയുന്നുണ്ട്, എന്നാൽ അതങ്ങനെയല്ല അനി, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. നിനക്കറിയാലോ, ദേവാനി വലിയമ്മയ്ക്ക് വിഷം കൊടുത്തത് എൻ്റെ ചേച്ചിമാരാണെന്നാണ് ആ വീട്ടിൽ സംസാരം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അനാമികയുടെ വീട്ടുകാരെ കുറിച്ച് കൂടി അന്വേഷിച്ചത്. എന്തായാലും എൻ്റെ സംശയം തെറ്റിയില്ല. എൻ്റെ അന്വേഷണം സത്യത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നീയാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകണോ അതോ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ചത് എന്ന് നന്ദു അനിയോട് പറയുന്നുണ്ട്.
അന്നേരം നന്ദുവിനോട് അനി ചോദിക്കുന്നുണ്ട്, നന്ദു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനിയോട് നന്ദു പറയാണ്, അനി എനിക്കിത് നിന്നോട് പറയാൻ വേണ്ടിയിട്ട് വിഷമമുണ്ട്. എനിക്കിത് പറയാൻ നിന്നോട് ആവുന്നുമില്ല. പക്ഷേ ഞാനിത് നിന്നോട് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ നീ ഇതെല്ലാം അറിയും. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിന്നോട് ചെയ്ത ഏറ്റവും വലിയ ചതി ഇതായിരിക്കും എന്ന് നിനക്കൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിന്നോട് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് എന്നൊക്കെ അനിയോട് നന്ദു പറയാണ്. തുടർന്ന് നന്ദു അനിയോട് പറയുന്നുണ്ട്, അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അനി. തട്ടിപ്പും വെട്ടിപ്പൊക്കെ ആയിട്ട് അവർ ഇഷ്ടം പോലെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അനന്തപുരി തറവാട്ടിലേക്ക് വന്നതെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അന്നേരം അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും അവരെക്കുറിച്ച് വ്യക്തമായ തെളിവ് കിട്ടിയോ എന്ന് അനി നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു അനിയോട് പറയാണ്, അതെ അനി, എനിക്ക് അവരെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും കിട്ടിയിരിക്കുന്നു. ഞാൻ അവരെപ്പറ്റി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞു. എനിക്ക് ആദ്യം തന്നെ അവളെക്കുറിച്ച് നല്ല സംശയം ഉണ്ടായിരുന്നു. ഞാനും നീയും തമ്മിലുള്ള ബന്ധം തുടങ്ങാൻ പോലും കാരണക്കാരി അവളാണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് എന്തൊക്കെയോ ഒരുപാട് സംശയങ്ങൾ പിന്നീടുള്ള അവളുടെ കാര്യത്തിലൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ നന്ദു പറയുമ്പം അനിയും പറയുന്നുണ്ട്, ശരിയാണ് നന്ദു, എനിക്കും അവളെപ്പറ്റി നല്ല സംശയമുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എനിക്കും ആദർശേട്ടനും നയനയിടത്തേക്കും ഒക്കെ അവളെയും അവളുടെ ഫാമിലിയെയും കുറിച്ച് നല്ല സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ വ്യക്തമായി ഒരു തെളിവുമില്ലാതെ ഒരാൾക്കാരെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതേപ്പറ്റി ഒന്നും സംസാരിക്കാണ്ടിരുന്നത് എന്നൊക്കെ നന്ദുവിനോട് അനിയ പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അനാമികയുടെ അച്ഛൻ വേണുവിനെക്കുറിച്ച് ഒരു കേസ് ഫയൽ എൻ്റെ ടേബിളിൻ്റെ മുൻപിൽ വന്നപ്പോഴാണ്. ആ ഫയൽ ഇപ്പോഴും എൻ്റെ ടേബിളിൽ ഇരിപ്പുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു, വ്യക്തമായി അന്വേഷിച്ചറിയുകയും ചെയ്തു. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ തട്ടിപ്പും വെട്ടിപ്പുമായി ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രോഡുകൾ, എല്ലാവരോടും വിശ്വാസവഞ്ചന ചെയ്യുന്നവർ. എന്തുകൊണ്ടാണ് അവർ അനന്തപുരി തറവാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പോലും എനിക്കങ്ങ് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ആ കേസ് ഫയൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പണം തന്നെയാണ് അവരുടെ ഉദ്ദേശം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് പോയിക്കോളും. കാരണം ഇതുപോലെ തന്നെയാണ് അവർ മുൻപേയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണം കൈക്കലാക്കി കഴിഞ്ഞിട്ട് അവർ മുങ്ങും. ഇതാണ് അവരുടെ സ്ഥിരം പരിപാടി. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും അനിക്ക് ആകപ്പാടെ അങ്ങ് വിഷമം വരികയാണ്. അനി ചോദിക്കുവാണ്, എന്താ നന്ദു നീ ഈ പറയുന്നത്? ഇതൊക്കെ സത്യമാണോ? എങ്ങനെയൊക്കെ പറ്റിച്ച് നടന്നാലും അവർക്ക് ഇത്രയും ആർഭാടം കളിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് ഇത്രത്തോളം അധികം പണം കിട്ടുന്നത്? അപ്പോൾ നന്ദു പറയാണ്, അത് തന്നെയാണ് അനി ഞാൻ പറഞ്ഞത്. ആളുകളെ തട്ടിച്ചും വെട്ടിച്ചും അവരുടെ കയ്യിൽ കുറേ കാശുണ്ട്. ആ കാശ് വെച്ചാണ് അവർ ഈ ആർഭാടങ്ങളൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് ഈ ആർഭാടം കാണിച്ച തുകയ്ക്ക് ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് ആളുകളിൽ നിന്ന് അവർ കാശും അടിച്ചു മാറ്റും. ഇതൊക്കെ ആ കേസ് ഫയലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും അനി ആകപ്പാട് ഷോക്കാവാണ് കേട്ടോ. അനിയോട് എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അനി നിനക്കറിയാവോ, ഇപ്പോൾ അവർ താമസിക്കുന്ന വീട് പോലും അവരുടേതല്ല. അവർ ഈ ആർഭാടമൊക്കെ കാണിക്കുന്നത് നിന്റെ വീട്ടിൽ നിന്ന് എന്തോ കാര്യമായിട്ടുള്ള പൈസ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ ഇതുപോലെ ഇത്രയും വലിയ ആർഭാടമൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് അവരുടെ കാര്യം നടന്നു കഴിയുമ്പോൾ അവർ നിന്റെ അവിടെ നിന്ന് മുങ്ങും. പിന്നെ മറ്റൊരു നാട്ടിൽ മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടുക. പിന്നെ നമുക്ക് അവളെ മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നീയാണ് തീരുമാനിക്കേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അന്നേരത്തേനും അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണോ നന്ദു? എനിക്കിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനേ ആവുന്നില്ല. അവളുടെ നടത്തവും സംസാരവും ഒക്കെ കണ്ട ഇത്രത്തോളം തട്ടിപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള ഒരു തോന്നലേ നമുക്ക് തോന്നൂല എന്നൊക്കെ നന്ദുവിനോട് അനി പറയുന്നുണ്ട്. എന്നിട്ട് അനി നന്ദുവിനോട് പറയുന്നുണ്ട്, അവർക്ക് ഈ പറ്റിച്ചും വെട്ടിപ്പിച്ചും ഇത്ര ആർഭാടം കളിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ എങ്ങനെയാണ്? എന്നിട്ട് അനി നന്ദുവിനോട് പറയുന്നുണ്ട്, എനിക്കൊരു കാർ അവർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ആ കാർ ഇവിടെ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിച്ചതുമാണ്. മാത്രവുമല്ല ഞങ്ങൾക്കെന്ന് പറഞ്ഞ് ഒരു സ്ഥലവും അവർ വാങ്ങിയിരുന്നു. അത് അത്യാവശ്യം നല്ല പൈസ മുടക്കുള്ള സ്ഥലമാണ്. സിറ്റിക്ക് അടുത്തുള്ള സ്ഥലമല്ലേ, അപ്പോൾ എന്താണെങ്കിലും നല്ല പൈസ മുടക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനൊക്കെ കാശ് അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ നന്ദു അനിയോട് പറയുന്നുണ്ട്, അനി ഞാൻ അതിനെപ്പറ്റി എല്ലാം അന്വേഷിച്ചിരുന്നു. നിനക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞു വരുന്ന കാറില്ലേ, ആ കാറിൻ്റെ യഥാർത്ഥ മുതലാളിനെ, അതിൻ്റെ യഥാർത്ഥ ഓണറിനെ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അയാൾ അവർക്കത് വാടകയ്ക്ക് കൊടുത്തതാണ്. മാത്രവുമല്ല നിൻ്റെ ആ സ്ഥലത്തിൻ്റെ കാര്യം, ആ സ്ഥലം വാങ്ങിച്ചത് ഒരച്ചായനാണ്. അയാൾ അത് ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ച സ്ഥലമാണ്. ഈ വേണു
അയാളുടെ ഒരു പരിചയക്കാരനാണ്. അങ്ങനെ നിന്നെ അത് കാണിച്ച് ചുമ്മാ അങ്ങ് പറ്റിച്ചതാണ്. നീ അതെല്ലാം കണ്ട് വിശ്വസിച്ചെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത്. എന്തായാലും ആ വിശ്വാസത്തിൽ തന്നെ അവൾമാർ കുറച്ചും കൂടെ മുന്നോട്ട് പോകട്ടെ. കാരണം എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അവളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട്. കുറച്ച് തെളിവുകളും കൂടി എടുക്കാനുണ്ട്. എന്നിട്ട് എല്ലാ തെളിവുകളുമായി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനി നന്ദുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അനാമിക തന്നെയായിരിക്കും വല്യമ്മ അവൾക്ക് കൊടുത്ത സ്വർണം വീട്ടിലേക്ക് മുക്കിയെടുത്തിട്ട് നിങ്ങളാണ് ആ സ്വർണ്ണം എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതെന്ന് പറയുന്നത്. അതൊക്കെ എനിക്ക് നല്ല സംശയം അന്ന് തൊട്ടേ ഉണ്ട്. പിന്നെ ഒരു തെളിവുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതേപ്പറ്റി ഒന്നും അന്വേഷിക്കാത്തത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടി നീ അന്വേഷിക്കണം നന്ദു എന്ന് പറയുമ്പോൾ നന്ദു അനിയോട് പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ അന്വേഷിക്കുന്നുണ്ട് അനി. അതും കൂടി അന്വേഷിക്കാനാണ് എനിക്ക് കുറച്ച് സമയം കൂടി വേണമെന്ന് ഞാൻ പറയുന്നത്. മാത്രവുമല്ല അവൾ എൻ്റെ ചേച്ചിമാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് വല്യമ്മയ്ക്ക് വിഷം കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ വല്യമ്മയല്ലായിരുന്നു ആ വിഷം കുടിക്കേണ്ടത്. എൻ്റെ നവ്യേട്ടത്തിയായിരുന്നു. നവ്യേട്ടത്തിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവളുടെയും അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കള്ളത്തരങ്ങൾ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വിളിച്ച് പറയണം എന്നൊക്കെ നന്ദു അനിയോട് പറയുമ്പോൾ അനിയും നന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുകയാണ്. നന്ദുവിനോട് എന്നിട്ട് അനി പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ ഈ തീരുമാനമായിട്ട് നീ മുന്നോട്ട് പൊക്കോളൂ. ഞാൻ എന്തായാലും ഒരു തടസ്സം പറയുകയില്ല. കാരണം എൻ്റെ വീട്ടുകാരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന അവൾ, എല്ലാവരുടെയും മുമ്പിൽ വലിയ ആളായി നിൽക്കുന്ന അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ചെറുതായി തന്നെ നിൽക്കണം. പാവം എൻ്റെ അമ്മ. ഇതറിയുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം വരുമായിരിക്കും. എങ്കിലും സാരമില്ല നന്ദു, നീ നിൻ്റെ തീരുമാനമായിട്ട് നിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പൊക്കോളൂ. എൻ്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാകും എന്ന് പറയാണ്. എന്നിട്ട് നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട്. അനി നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനി നന്ദുവിനോട് പറയാണ്. എനിക്ക് വിഷമമോ? എനിക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. അത് നിനക്കറിയാൻ മേലാഞ്ഞിട്ടാണ്. അത്രമാത്രം ഞാൻ എൻ്റെ കുടുംബജീവിതം മടുത്തിരുന്നു. അപ്പോൾ നന്ദു അനിയോട് പറയുന്നുണ്ട്. എനിക്കെല്ലാം മനസ്സിലാകും അനി. നീ എന്തായാലും വിഷമിക്കണ്ട. നമുക്കതൊക്കെ ശരിയാക്കാമെന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല നീ ഇതേപ്പറ്റി ഒരു കാരണവശാലും അനാമികയോടോ അവളുടെ വീട്ടുകാരോടോ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അവിടെ വീട്ടിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള തെളിവുകൾ കിട്ടിക്കഴിയുമ്പം മുത്തശ്ശനോടല്ലാതെ മറ്റാരോടും ഇതിനെപ്പറ്റി സംസാരിക്കരുത് എന്നൊക്കെ നന്ദു അനിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അനി നന്ദുവിനോട് പറയുന്നുണ്ട്. നന്ദു, നീ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ വായിന്ന് മറ്റൊരാൾ ഒരിക്കലും അറിയില്ല നീ പറയുന്നത് വരെ. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ഫോൺ വെക്കാണ്. പിന്നീട് കാണിക്കുന്നത് ദേവയാനീനെയാണ്. ദേവയാനി ഒരു സാരി എടുത്തുകൊണ്ട് ജാനകിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്. ജാനകി, നീ ഈ സാരി ഒന്ന് നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ? ഈ ത്രെഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഗോൾഡ് ആണ്. ഇതെല്ലാം ഗോൾഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിനക്കിത് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി, ഇത് നല്ലതാണല്ലോ ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ദേവയാനി ജാനകിയോടായിട്ട് പറയുന്നുണ്ട്. ഇത് നയനമോള് എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. അപ്പോഴത്തേനും ജാനകി പ്ലേറ്റ് മാറ്റി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാനകി പറയാണ്. ഓ, ഇത് അത്രയ്ക്കൊന്നും ഗുണമില്ല. ഇതിന് എത്രയായി ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ ഇതിന് ഏകദേശം 3-3.5 ലക്ഷം രൂപയോളം ആയി എന്ന് പറയുന്നുണ്ട്. ജാനകി അന്നേരം ദേവയാനിയോട് പറയുന്നുണ്ട്. ഓ, നമ്മൾ അനന്തപുരിക്കാർക്ക് 3 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 രൂപ പോലെയല്ലേ ചേച്ചി. ചേച്ചി എന്നിട്ട് അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. അല്ലെങ്കിലും അവളുമാരെ കൊണ്ടൊന്നും ഒന്നിനും ഗുണമില്ല. എൻ്റെ അനാമിക മോളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും. അവൾ എത്ര രൂപയുടെ സാധനങ്ങളാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ എന്നും എപ്പോഴും അവൾക്ക് ഓരോ സമ്മാനങ്ങളാണ് കൊണ്ടുവരുന്നത്. അത് ഡയമണ്ടും ഗോൾഡും ഒക്കെ ആയിട്ടാണ്. ഇവളുമാരുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെങ്കിൽ എന്താ കൊണ്ടുവരുന്നത്? കുറച്ച് പഴങ്ങളും കുറച്ച് ആപ്പിളും മുന്തിരിയും ഒക്കെ. അല്ലാണ്ട് ഇവളുമാരുടെ അച്ഛൻ ഇതുവരെയായിട്ട് എന്തെങ്കിലും ഈ കുടുംബത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? പോട്ടെ, ഏട്ടത്തിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ അവർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാനകി. അന്നേരം ദേവയാനി പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ നയനമോള് ഈ കുടുംബത്തിൻ്റെ ഒരു നല്ലൊരു മരുമോളാണ്. മാത്രമല്ല ഈ മൂർത്തിസ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് എൻ്റെ മോളുടെ സംഭാവന ചെറുതൊന്നും അല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ജാനകി ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്. ഒരു സാരി കണ്ടപ്പോഴത്തേനും ഏട്ടത്തി അവളുടെ ആരാധികയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവയാനി പറയാണ്. ആരാധികയായിട്ടൊന്നുമല്ല, ഞാൻ ഉള്ളതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് അതായത് ഈ ജാനകിയും ദേവയാനിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് വരുന്നതാണ്. അങ്ങനെ രേവതി ജാനകിയോട് പറയുന്നുണ്ട്. മോളില്ലേ, മോൾക്ക് ഞങ്ങൾ കുറച്ച് സമ്മാനങ്ങളുമായിട്ട് വന്നിരിക്കുന്നതാണ്. മാത്രമല്ല മോളുടെ അമ്മയ്ക്കും ഉണ്ട് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കയ്യിലേക്ക് ഒരു കവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകി അത് ദേവയാനിയുടെ മുമ്പിൽ വെച്ചിട്ട് തുറന്നിട്ട് പറയാണ്. ഓ, എത്ര രൂപയുടെ സാധനങ്ങളാ! ഇത്രയൊന്നും വേണ്ടായിരുന്നു. എനിക്കിവിടെ സ്വർണ്ണം ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്? അപ്പോൾ വേണു പറയുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്.
അങ്ങനെ അനാമിക അങ്ങോട്ട് വന്നപ്പോൾ അനാമികയുടെ കയ്യിലേക്കും അവർ ആ ഒരു കവറ് കൊടുക്കുകയാണ്. അങ്ങനെ അനാമിക കവറ് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു സാരി ആയിരുന്നു. ആ സാരി വലിയ വിലയുടെ സാരിയാണ്. അങ്ങനെ അവരതിനെപ്പറ്റി പൊങ്ങച്ചമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജാനകി നമ്മുടെ നയന ദേവയാനിക്ക് കൊടുത്ത സാരീനെ പറ്റിയിട്ട് താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മയ്ക്ക് എന്താ അമ്മ സാരി മേടിക്കാഞ്ഞേ എന്ന് ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളറൊന്നും അവിടെ ഞാൻ കണ്ടില്ല. പിന്നെ ഉള്ള കളറെല്ലാം ചേച്ചിക്ക് ഉള്ള കളർ തന്നെയാണ്. അതുകൊണ്ട് ഒരു വെറൈറ്റി കളർ കാണാത്തത് കൊണ്ടാണ് ഞാൻ മേടിക്കാത്തത്. അടുത്ത ദിവസം ആവട്ടെ, ഞങ്ങൾ കോയമ്പത്തൂർ പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഞാൻ നല്ല സാരി ചേച്ചിക്ക് മേടിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ഓ എനിക്ക് അത്രയും വിലയുടെ സാരിയൊന്നും വേണ്ട രേവതി, എനിക്ക് ഈ സാരി മതി, ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാരി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ മുമ്പിൽ വെച്ചിട്ട് നയന കൊടുത്ത സാരി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇനി എന്നാണ് കോയമ്പത്തൂർ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ജാനകി പറയാണ്, എന്താണെങ്കിലും നിങ്ങൾ ഇനിയിപ്പം കോയമ്പത്തൂർ പോകുന്നതിന് മുൻപ് ഇവിടുന്ന് അങ്ങ് പോയാൽ മതി. അതല്ലാണ്ട് ഇനിയിപ്പം നിങ്ങളെ ഞാൻ വിടുന്നില്ല. എത്ര ദിവസം കൂടിയിട്ടാണ് നിങ്ങൾ മോളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഇവിടെ കുറച്ച് ദിവസം നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവരെ നിർത്തുകയാണ് അവിടെ. അപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട് അവിടെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിറ്റത്തെ ദിവസം കാണിക്കുന്നത് നന്ദു വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിനിടയിൽ നന്ദു അനിയും കൂടി മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്ദുവിനെ കാണുന്ന ജാനകിക്ക് ദേഷ്യം വരുവാണ്. അപ്പം വേണുവും നന്ദുവിനെ കാണുന്നുണ്ട്. അങ്ങനെ വേണു ജാനകിയോട് പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ അസത്ത് ഇതുവഴി കയറി നടക്കുന്നത്. ഇതൊന്ന് ജാനകിക്ക് നിർത്താനായില്ലേ എന്ന് ചോദിക്കുകയാണ് ജാനകിയോട്. ഇത് കേട്ടിട്ട് നന്ദു വരുമ്പത്തേനും ജാനകി നന്ദുവിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താടി ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാണ്, ഞാൻ ഇപ്പോൾ എൻ്റെ ചേച്ചിമാരുടെ അനിയത്തിയായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നന്ദുവിനോട് ജാനകി പറയാണ്, ഓ ഇവളിപ്പം വലിയ കേസ് വാദിക്കുന്ന പോലീസുകാരിയല്ലേ, അതുകൊണ്ട് ഇവളിപ്പോൾ കേസ് അന്വേഷണമായിട്ട് വന്നതായിരിക്കും എന്ന് കളിയാക്കി പറയുമ്പത്തേനും നന്ദു ജാനകിയോട് പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ കേസിൻ്റെ കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. കുറച്ച് കള്ളന്മാരെ ഇവിടുന്ന് എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, കള്ളന്മാർ അതും അനന്തപുരി തറവാട്ടിലോ, നിനക്ക് ആരാടി ഇവിടുത്തെ കള്ളന്മാരായിട്ട് തോന്നിയത് എന്ന് പറയാണ്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, ഓ നിൻ്റെ ചേച്ചിമാരിയായിരിക്കും എന്ന് പറഞ്ഞ് നന്ദുവിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ വേണുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. പക്ഷേ വേണുവിന് എന്തോ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ പോലെ വേണു ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് രേവതിയും അനാമികയും വരുന്നുണ്ട്. രേവതിക്കും അനാമികയ്ക്കും നന്ദുവിനെ കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ നന്ദു പറയാണ്, ഞാൻ എൻ്റെ ചേച്ചിമാരുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാനിവിടെ മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മൂർത്തി സാറിനെ വിളിക്കൂ എന്ന് പറഞ്ഞ് നന്ദു അവരോട് സംസാരിക്കുകയാണ്. അപ്പോഴത്തേനും മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ നീ വന്നോ, ഞാൻ നിൻ്റെ സംസാരം കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും എല്ലാവരോടും നീ തന്നെ അങ്ങ് പറഞ്ഞേക്ക് എന്ന് പറയാണ്. അന്നേരം നന്ദു മുത്തശ്ശൻ്റെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേനും മുത്തശ്ശൻ പറയാണ്, നന്ദു നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ആദർശ് മോൻ ഇപ്പം വരും, നയനയും വരും ഇപ്പം തന്നെ. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഈ കുടുംബത്തിലെ എല്ലാവരും കേട്ടും അറിഞ്ഞും ഇരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരും വരും വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും മോളെ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. നയനയും ആദർശും നവ്യയും അതുപോലെ തന്നെ ജലജയും അഭിയും ദേവയാനിയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ജയനും എല്ലാം വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നന്ദു എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ആദർശിന് ഒരു ഫയൽ കൊടുക്കുകയാണ്. ഈ ഫയലിനകത്തുണ്ട് ഈ വീട്ടിൽ കയറിക്കൂടിയ കള്ളന്മാരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും. ചേട്ടന് ഇത് പരിശോധിച്ച് നോക്കാമെന്ന് പറയുമ്പോഴത്തേനും ആദർശ് അത് വാങ്ങിച്ച് എല്ലാം നോക്കി ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയാണ്, നന്ദുവും അനിയും എന്നോട് ഇതേപ്പറ്റി നേരത്തെ സംസാരിച്ചിരുന്നു. എന്തായാലും ഇത്രയും വലിയ കള്ളന്മാരാണ് ഇവിടെ വന്ന് കയറിയിരിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലേ വേണു എന്ന് പറയുമ്പോഴത്തേനും വേണു ആകെപ്പാട് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അച്ഛനൊന്ന് തെളിച്ച് പറയുമോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേനും ജാനകിയോടായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി നീ വിഷമിക്കരുത്, എനിക്ക് പറ്റിയ ബന്ധമല്ല അനാമിക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും അനിയും നന്ദും കൂടി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവർ പക്കാ ഫ്രോഡുകളാണ്. ഇവർ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ കയറി വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ഒരു സ്വത്തിൻ്റെ ഭാഗം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അനിയോടുള്ള സ്നേഹമോ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ജാനകിയോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് നന്ദുവും മുത്തശ്ശനും അനിയും എല്ലാവരും കൂടെ. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേനും ജാനകിക്ക് ആകപ്പാട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നാൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അത്രത്തോളം വലിയ ഷോക്കൊന്നും ആവുന്നില്ല. കാരണം എല്ലാവരും ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളായിരുന്നു.
അങ്ങനെ അവിടെ വെച്ചിട്ട് നന്ദു നമ്മുടെ വേണുവിനെയും അനാമികേനെയും രേവതിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് അന്നത്തെ ആ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഭയങ്കര ട്വിസ്റ്റുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. മാത്രമല്ല പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പം അനിയും നന്ദു ആയിട്ടുള്ള വിവാഹമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്